ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോഴും ബാംഗ്ലൂർ മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അവിടെ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഈ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടേക്ക് പോകണം. എന്നിട്ട് മാർക്കറ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച്. കാരണം ഒരുപാടുണ്ട് ഇവിടെ മാർക്കറ്റുകൾ കറങ്ങാൻ. അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൺഡേ മാർക്കറ്റ് കാണിച്ചിരുന്നു ഒരു കഴിഞ്ഞ മാസത്തിൽ. പക്ഷെ ഇപ്രാവശ്യം ജസ്റ്റ് മാർക്കറ്റുകളൊന്ന് കാണാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഇറങ്ങി പിന്നെ നേരെ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് ബസ്സിന് പോവാ, അല്ലെങ്കിൽ വാക്കിങ്ങേ ഉള്ളൂ. കുറച്ച് വാക്കിംഗ് ആകുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും, എന്നാലേ കാണാൻ പറ്റുള്ളൂ ശരിക്കും. എന്തായാലും വേണ്ടില്ല, മാക്സിമം കഴിയുന്നതും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയതിന് ശേഷം ബസ് സ്റ്റാൻഡിൽ പോകണം. മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ പോയതിന് ശേഷമാണ് പിന്നെ മാർക്കറ്റിലേക്കുള്ളത്. എന്ന് വെച്ചാൽ രണ്ടുമൂന്ന് മാർക്കറ്റ് കാണിക്കാനാണെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുക. ഇവിടുന്ന് ബസ് കയറിയിട്ട് ചില മാർക്കറ്റുകളും സ്ട്രീറ്റും ഒക്കെ കാണിക്കാൻ പോവാണ്. വലിയൊരു ബസ് സ്റ്റാൻഡാണ് ഇത്, ഒരുപാട് ഏരിയയിലുണ്ട്. ഇതെല്ലാം ഗാന്ധിനഗറിന്റെ ഓരോ സ്ട്രീറ്റുകളാണ്. 2-3 ടേൺ ചെയ്തിട്ട് വരണം, ബാക്കിലെ ഭാഗത്തേക്കുണ്ട്. ഇത് നേപ്പാളികളുടെ ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ. ഇതെല്ലാം ഗാന്ധിനഗറിന്റെ മറ്റൊരു വശമാണ്. വലിയ സ്ട്രീറ്റാണ് ശരിക്കും, നല്ല മാർക്കറ്റ്. ഈ കാണുന്നതാണ് ഡിമാർട്ട് എന്ന് പറയും. ഏകദേശം ബാംഗ്ലൂരിൽ തന്നെ ഒരു 10-80-100 ഷോപ്പുകളുണ്ട്. സൂപ്പർ മാർക്കറ്റാണ്, എല്ലാ ഐറ്റവും അവൈലബിൾ ആണ്. ഭയങ്കര ചീപ്പാണ്. പൊതുവെ റിലയൻസ് മറ്റ് സൂപ്പർ മാർക്കറ്റുകൾ വെച്ച് വളരെ ചീപ്പാണ്. അതുകൊണ്ട് എപ്പോഴും ഭയങ്കര റഷായിരിക്കും. ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇപ്പൊ ഗാന്ധിനഗറിന്റെ ഭാഗങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇത് KG റോഡാണ് ബാംഗ്ലൂരുള്ള. ഇവിടെ ഇങ്ങനെ വന്നപ്പോഴുണ്ട് പഴയ പുരാതന നോട്ടുകളൊക്കെ കാണാം. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാൻ വിചാരിച്ചു. ഈ കാണുന്നതാണ് ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനീന്റെ നാണയങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മളെ പഴയ ഇതൊക്കെ ഉണ്ട്, പഴയ 5 രൂപ കണ്ടില്ലേ? ഇതാ, ഇത് എത്ര പൈസ നോക്കട്ടെ. ഇത് പഴയ 10 രൂപ വന്നിട്ട് ഇതെന്താ, ഇത് 5 രൂപ, 5 രൂപ, 2 രൂപ. പണ്ടത്തെ ഒക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാ. ഇപ്പോഴ് പുരാതന സാധനമായി പോയി. 25 റുപ്പീസ്. ഇത് 25 റുപ്പീസ്. ഇത് എത്ര പൈസയാണ്? ഇത് 2 രൂപ. ഇതൊക്കെ എന്താണ് സംഭവം? भैया ये कौन सा है? ऐसा ഓക്കെ ഓക്കെ. ഇത് മറ്റേ ടിപ്പു സുൽത്താൻ, മുഗള് അവരെ കാലത്തുള്ള നാണയങ്ങളാ. കല്ല് പോലെയാണ്, പക്ഷെ ചെറിയ ചെറിയ അടയാളങ്ങൾ കാണാം. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്, ടിപ്പു, മുഗള് അങ്ങനത്തെ ഒക്കെ. ₹1 നോട്ട് എല്ലാം ഉണ്ട് ഇവിടെ. 2 രൂപ എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ ഭയ്യ, താങ്ക് യു. റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം, ഒരു SP റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോഴും അവിടെയാണ് ക്യാമറ, ലാപ്ടോപ്പുകൾ, പിന്നെ സ്പെയർ പാർട്സ്, ഒരുപാട് വലിയ മാർക്കറ്റാ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോരാ.
ഇതാണ് KG റോഡ് തന്നെയാണിത്. ഇതിങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോത്തീസ് ഉണ്ട്. പോത്തീസ് ടെക്സ്റ്റൈൽസ് സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ള അതാണ് കാണുന്നത്. ഇതാണ് പോത്തീസ്. ഇത് ഏകദേശം അവന്യൂ റോഡിൽ എത്തിയിട്ടുണ്ട്. അവന്യൂ റോഡിൽ എത്തിയിട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് പിന്നെ SP റോഡ് ഉള്ളത്. ജസ്റ്റ് ഇങ്ങനെ വാക്കിംഗ് ചെയ്താലേ കാരണം കാണാൻ പറ്റുള്ളൂ സ്ട്രീറ്റ്. അതുകൊണ്ട് അങ്ങനെ വാക്ക് ചെയ്ത് പോകാൻ തീരുമാനിച്ചത്. ഈ ഏരിയ അവന്യൂ റോഡിൽ ഇതിൽ ജാസ്തി ഇവിടെ കാണുന്ന ബുക്കുകളാണ്. സെക്കൻഡ് ബുക്കുകൾ, പുതിയ ബുക്കുകൾ. ഒരുപാട് ബുക്ക് ഷോപ്പുകൾ ഉണ്ട് ഇവിടെ. ഇവിടെ കണ്ടാൽ ഒരു അമ്മച്ചിയാണ്, 70-70 വയസ്സുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ അവര് വീട്ടിലിരിക്കുന്നുണ്ടാവും. ഇവിടെ കർണാടകയില്, മൈസൂര്, എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് വയസ്സുള്ള 70, 80, 90 വയസ്സുള്ളവരൊക്കെ ഉണ്ട്. റോഡ് സൈഡിൽ നിന്ന് വെറ്റില, പുകല, അടക്കി അങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നത് കാണാം. ഉദ്ദേശിച്ച സ്ഥലത്തേക്ക്, SP റോഡ് എന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഇനി കുറച്ചും കൂടെ നടക്കാണ്ട്. എല്ലാ ഭാഗങ്ങളും കൊച്ചു കൊച്ചു സ്ട്രീറ്റുകളാണ്. പക്ഷെ ഒരുപാട് മാർക്കറ്റിങ്ങും ബിസിനസ്സും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും റഷാണ്. ബാംഗ്ലൂരല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പുറത്ത് ആൾക്കാർ കൈ കാണിക്കുകയാണ് ക്യാമറ കണ്ടിട്ട്. പക്ഷെ എന്റെ ഫേസിലേക്ക് ആ ക്യാമറ ഉള്ളതെന്ന് അവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതിങ്ങനെ ടേൺ ചെയ്തിട്ട് അവന്യൂ റോഡിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ, കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ SP റോഡ് എത്തി. ഇവിടെ കുറെ പേപ്പർ പാക്കേജിങ് ഷോപ്പുകൾ ഒരുപാടുണ്ട്. ഭയങ്കര റഷാ. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ്, പിന്നെ ക്യാമറകള്, ലാപ്ടോപ്പ്, CCTV അതിൻ്റെ ഒക്കെ ഏരിയയിലേക്ക് എത്തും. നടക്കാൻ വരെ വഴി ഉണ്ടാവില്ല ഇവിടെ. കാരണം വെച്ചാൽ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ വണ്ടി തട്ടും. ഈ കാണുന്നതാണ് SP റോഡ് എന്ന് പറയുന്നത്. ഏകദേശം ബോർഡുകൾ കണ്ടാൽ ഫുള്ള് ലാപ്ടോപ്പ്, മൊബൈല്, CCTV, ഇലക്ട്രോണിക്സ് ഐറ്റംസ് കംപ്ലീറ്റ് ഇതാണ് ഇവിടെ ഉണ്ടാവുന്നത്. എപ്പോഴും റഷായിരിക്കും, ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലൊക്കെ ബിസിനസ് ചെയ്യുന്ന സെക്കൻഡ് ബിസിനസ്, ഫ്രഷ് ഒക്കെ അധികം പേര് ഇവിടെ വന്നിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെയൊക്കെ മൊബൈലുകൾ റിപ്പയറിങ്, മൊബൈൽ സർവീസ് എല്ലാം എടുക്കുക. ഒരുപാട് മെയിൻ റോഡുകളുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ കൊച്ചു കൊച്ചു റോഡുകളുണ്ട്. എല്ലാം ഇതേ ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഗല്ലി ഉണ്ടല്ലോ, ആ ഗല്ലിയിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഫുള്ളാണ്. എല്ലാം കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണ്. मोबाइल डिस्प्ले मैंने बोर्ड पकड़ लगे चल जाओ देखो। ओ दिखाएगा दिखाएगा, लोग जरूर आएगा. അവൻ്റെ ബോർഡ് കാണിക്കാൻ പറഞ്ഞു, കാണിച്ചതാ.
ഇതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു ഗല്ലിയാണ്, ചെറിയ ഷോറൂം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഐറ്റം, ഗൾഫ് ബസാർ ഒക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഭവം. ഇങ്ങനെ പല ഭാഗത്തേക്ക് സ്പ്രെഡായിട്ട് കിടക്കാം. ഒരുപാട് കാണിച്ചാൽ ഒരു അറ്റം ഉണ്ടാവില്ല. റിപ്പയർ, ഇതെല്ലാം കൊച്ചു കൊച്ചു റിപ്പയറിങ് ആണ് മൊബൈൽ സംബന്ധം. ഇതുണ്ടല്ലേ ഫുള്ള് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മുഴുവനും ലാപ്ടോപ്പ് എല്ലാം ഏകദേശം കാണാം കംപ്ലീറ്റ് ആയിട്ട്. ഫുള്ള് സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് ഏരിയകളിൽ ഇത് തന്നെയാണ്. ലാപ്ടോപ്പ് സംബന്ധമായിട്ട്, മൊബൈൽ സംബന്ധമായിട്ട്. ഇത് LED ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കടയാണ്. സ്ക്രീന്, LED ഡിസ്പ്ലേ എല്ലാം. എല്ലാം മിക്സഡ് ആയിട്ടുള്ളത്, പലതരം പല ഷോപ്പുകളാണ്. ചിലർക്ക് ലാപ്ടോപ്പ്, ചിലർക്ക് മൊബൈലുകൾ, ചിലർക്ക് CCTV. ഇത് വേറൊരു സ്ട്രീറ്റാണ്. कौन सा रिमोट है एक्चुअली? सभी रिमोट, कोई भी कंपनी का जरूरी नहीं, कोई भी कंपनी को चला सकता है? नहीं ऐसा नहीं, उसका ब्रांड का वही से मिलेगा. वही मिलेगा, करेक्ट मिलेगा. कोई भी सोनी है तो सैमसंग, तोशिबा, कोई भी ब्रांड वाइज, मॉडल वाइज. ഓക്കെ. റിമോട്ട് ഏത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കേട് വന്നാലും റിപ്പയർ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ ഹോൾസെയിൽ ആണല്ലേ, ഫുള്ള് റിമോട്ടാണ്. यूट्यूबर बहुत लोग आके देखेगा. പലതരം റിമോട്ടുകളുണ്ട്. റിപ്പയർ ചെയ്താൽ നോർമലി कितना होता है प्राइस? सर सब अलग अलग, 100 रुपीज़ से स्टार्टिंग है. 100 रुपये മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റിമോട്ട്. റിപ്പയർ ചെയ്യാൻ 300 रुपये എടുക്കേണ്ടി നാട്ടിലാണ്. होलसेल अगर डीलर्स उनका दुकान रहे तो वो लोग है तो और कम पड़ेगा. ओके ओके. हाँ, डीलर्स है तो अभी तुम्हारे गांव में शॉप के लिए, कोई शॉप के लिए. वो लोग है तो और कम. ഓക്കെ, താങ്ക് യു. ബൈ. മൊബൈലിൻ്റെ ഒരു കവറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫുൾ ഹോൾസെയിൽ റേറ്റിലുണ്ടാവും. और Redmi K20 का पाउच दे जो 1 आवर K22. നേരത്തെ ഇപ്പൊ കണ്ട് ഇലക്ട്രോണിക്സിന്റെ മാർക്കറ്റ് ഉണ്ട് SP റോഡാണ്. ഇപ്പൊ വന്നത് SJP റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് SJP റോഡ്. ഇവിടെയാണ് ഹാർഡ്വെയർ, പൈപ്സ്, ഫിറ്റിങ്സ് എല്ലാം കിട്ടുന്നത്. കാണാം. ഇത് ഒരുപാട് വലിയ സ്ട്രീറ്റ് ആണ്. ഇത് 2 സൈഡിലുണ്ട്. SJ പാർക്ക് റോഡാണ്. പാർക്ക് കണ്ടില്ലേ, അതാ ആ കാണുന്നത്. അതുകൊണ്ടായിരിക്കും പാർക്ക് റോഡ് വന്നത്. സേഫ്റ്റി ഡ്രസ്സുകൾ, ഐറ്റംസും ഒക്കെ ഉള്ള റോഡ്. മോട്ടോറുകൾ, വലിയ ഇത് കണ്ടില്ലേ, വലിയ ലിഫ്റ്റുകളുടെ ചെയിനാണ്. ലിഫ്റ്റ് അങ്ങനെ ഹെവി ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ഉപയോഗിക്കുന്നത്. ടയേഴ്സാ, സെക്കൻഡ് ഹാൻഡ് മോട്ടോറുകൾ, പലതരം മോട്ടോറുകൾ സെക്കൻഡ് ഹാൻഡ് ലഭിക്കുക. ഗ്രാസ്, കാർപ്പറ്റ്സ്, വീണ്ടും ടയറുകൾ. കോഴി അറുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടാൽ മതി. ക്ലീൻ ആയിട്ട്, നമ്മുടെ നാട്ടിലത്തെ പോലെ കേരളത്തിലെ മാതിരിയല്ല,
ഇട്ടാൽ ഇത് സ്കിന്ന് വിത്ത് സ്കിൻലെസ് ആക്കുന്നതാണ് ഇത് മോട്ടോറിൽ. നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ ഇത്. സ്കിൻലെസ് എന്ന് വെച്ചാൽ അറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്കിൻലെസ് ആയിട്ട് കിട്ടും. തൊലി വലിച്ച് കളയുക അങ്ങനത്തെ യാതൊരു പരിപാടി ഇല്ല. പൈപ്പുകള് ഇത് SJP റോഡിന്റെ വേറൊരു എൻട്രിയാണ്. ഇവിടെ പല മറ്റു ഐറ്റംസും കിട്ടും. ഫുള്ള് ടൂൾസ് കടകളാണ്. തട്ടുകട, വലിയ തട്ടുകട, എല്ലാ ഐറ്റംസും ഉണ്ട്. പൊരി, സമൂസ. ഇതാണ് ഫേവറേറ്റ് ദിൽ പസന്ത് എന്ന് പറയുന്ന സാധനം. അടിപൊളി ടേസ്റ്റാണ് ഈ സാധനം. इसका नाम क्या? ദിൽ പസന്ത്. പോയി സബ് അല്ല, ദിൽ പസന്തിൻ്റെ വെറൈറ്റി ഓഫ് സാധനങ്ങളാണ്. ഇവിടെ ടിപ്പു ടവർ ജാമിയ മസ്ജിദ് ഏരിയ എന്ന് അതിന് പറയാം. SJP റോഡിൽ ഭയങ്കര റഷ് മാർക്കറ്റാണ് ഇതും. മസ്ജിദിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട് ജാമിയ മസ്ജിദിൻ്റെ. ഭയങ്കര മസ്ജിദാണ്. चलो मैं जा ऑर्डर करता हूँ. कल मैं जब तक ऑर्डर कर. ഈ ഒരുപാട് ഏരിയകളുണ്ട് കാണിക്കാനെന്ന് വെച്ചാൽ ഈ ഏരിയ തന്നെ ഉണ്ട്. പിന്നെ മോട്ടോറുകൾ വിൽക്കുന്ന പല വെറൈറ്റി ഐറ്റംസ് ഹോൾസെയിൽ വിൽക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അത് കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് നടന്ന് പോകാനുണ്ട്. പിന്നെ കുറച്ച് ലേറ്റായിരുന്നു ടൈം. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം കാണിക്കാൻ ശ്രമിക്കുക. ജാമിയ മസ്ജിദിന്റെ ജസ്റ്റ് ഫ്രണ്ടുള്ള കച്ചവടങ്ങളാണ്. സ്പ്രേ, അത്തറുകള്. മസ്ജിദിന്റെ ഒരു വശാണ് ഈ കാണുന്നത്. ഫ്രണ്ട് സൈഡ് ആണെന്ന് തോന്നുന്നത്. ഇവിടെയാണ് എൻട്രി.
അപ്പൊ ഏകദേശം എല്ലാ ഭാഗങ്ങളും കറങ്ങിയിട്ടുണ്ട് ബാംഗ്ലൂർ മാക്സിമം. കാരണം ഒരുപാടുണ്ട് സ്ട്രീറ്റുകൾ, പക്ഷെ അതൊന്നും കറങ്ങാൻ പറ്റില്ല, വൺ ഡേ കൊണ്ടാവില്ല. ഞാനൊരു 2-3 മണിക്കൂർ കറങ്ങിയല്ലോ ഏകദേശം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി റിട്ടേൺ ഇത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, പിന്നെ തിരിച്ച് പോവാണ് അടുത്ത ട്രെയിന്. അപ്പം എല്ലാവരും സഹകരണം വേണം. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.